പോലും കുടത്തിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. ഏത് ശിവൻ? പരമശിവന്. അതുകൊണ്ട് ഇപ്പോഴത്തെ കഷ്ടപ്പാട് പ്രശ്നങ്ങളും ഒക്കെ മാറിക്കോളും, തന്നെ മാറിക്കോളും. ഒക്കെ താൽക്കാലികമാണ്. ഇത് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്ന നേരത്തിലൂടെ പറഞ്ഞതാ. അപ്പോഴേക്ക് ശാന്തര വായന്ന് കേട്ടാലേ തൃപ്തിയാവുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭർത്താവ് പറഞ്ഞാൽ വിശ്വസിക്കുവോ? ഞങ്ങൾ അതിനല്ലേ ഇവിടെ ഇരിക്കുന്നത്, ഞങ്ങൾ വേണ്ടേ പറയാനായിട്ട്. ചേച്ചി പേടിക്കണ്ട ചേച്ചി. ഇത് പൊളിച്ചു കഴിഞ്ഞാൽ വീട്ടിലൊരാൾക്കൂട്ടവും ബഹളവും പുതുപ്പെണ്ണും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കല്യാണം 1 വർഷത്തോളം നടക്കാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ കാണുന്നുണ്ട്. കക്കൂസ് പൊളിക്കാലോ അല്ലേ? പൊളിക്കാലോ അല്ലേ? ഞാൻ കുറച്ച് വഴിപാടുകളൊക്കെ കുറിച്ചിട്ടുണ്ട്. സർപ്പത്താന്മാർക്കുള്ള 100 പാലും ഉടനെ നടത്തിക്കോളൂ. അവരെ പിണക്കണ്ട. ദക്ഷിണ ഞാൻ വാങ്ങാറില്ല, ചേച്ചിക്ക് അറിയാം. അവിടെ വെച്ചാ മതി. എന്റെ പൊന്നോ, ഞാൻ അങ്ങോട്ട് വരട്ടെ രാമ. കേട്ടാ, ഞാൻ അങ്ങോട്ട് വരട്ടെ. ഓക്കെ. അതെ, ശിവനൊരു പുറകെ വിളക്കും, അത് കുറിച്ചിട്ടില്ല, മറക്കണ്ട. അപ്പോ കക്കൂസ് പൊളിച്ചോ, റിസൾട്ട് ഉറപ്പാ. ഹലോ, നീ എന്നെങ്ങനെ ടെൻഷനാക്കല്ലേ? നേരത്തെ ഫോൺ കട്ടായതാ. ചൂടാവല്ലടി. എടി മൂത്ത്, എടി അജീഷ് എന്ന് പറഞ്ഞാൽ ചതിക്കാത്തവനും കൂടി അർത്ഥം. പറ്റിക്കുന്നവരോട് കൂട്ടത്തിൽ നീ എന്നെ കൂട്ടല്ലേ. ബേസിക്കലി ഞാനൊരു പാവാടി. ഞാൻ വിളിക്കാം കേട്ടോ. അതൊരു സമാധാനം. ഹലോ, സോറി അജിയാ, നേരത്തെ വിളിച്ചായിരുന്നു. ഞാൻ റേഷൻ കടയിലാ. റേഷൻ കടയിലാ? എന്തിന്? മണ്ണെണ്ണ വന്നാ? ഞാൻ കുറച്ച് പഞ്ചസാര മേടിക്കാൻ വന്ന. എന്താ കൂട്ടുകാരെ പറ. എടാ, നീ വേഗം പള്ളിക്കവലേക്ക് ഒന്ന് വന്നേ. എന്തിന്? വളരെ ഗൗരവമുള്ളൊരു കാര്യം എനിക്ക് നിന്നോട് സംസാരിക്കാണ്ട്. ഇപ്പൊ തന്നെ വേണം? ലേറ്റ് ആക്കല്ലേട്ടാ വിജി. ആ ശരി. അതെ, എന്തോ സീനുണ്ട്. വല്ല പ്രേമ കേസുമായിരിക്കും. എന്നെ ഒന്ന് പള്ളിക്കവല വരെ കൊണ്ടാക്കാം. പറ്റില്ല. ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അമ്മൂസം നോക്കണേ. പോയിട്ടോ. പെങ്കൊച്ചു ഒറ്റയ്ക്കുള്ളൂ. ശരി. ചാണിയേ, അന്നാമനെ കാണില്ല. ഞാൻ നോക്കിട്ട് വരാം. ചാണി, ഞാൻ നിന്റെ പെണ്ണിനൊന്നും കണ്ടില്ല. ഇങ്ങോട്ട് ഇറങ്ങി എന്റെ ബൈക്ക് എടുക്കട്ടെ. എടാ, ഞാൻ നോക്കിട്ട് വരട്ടെ. ബൈക്ക് എടുക്കട്ടെ. അന്നൊരു കാര്യം ചെയ്യും, നീ കയറി, ഞാൻ പറയാം. അവളെ ഇന്നലെ മുതൽ വിളിച്ചിട്ട് കിട്ടണടാ. ചാണി ഇറങ്ങ്. വിളിച്ചിട്ട് കിട്ടണടാ. ചാണി ഇറങ്ങി. ചാണി, ഞാൻ വേറെ മൂഡിലാണ്. അതെന്നാ ചാണി? എടാ, അന്നാമനെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ടല്ലേ. എടാ, ഞാനും വരണ. നീനോട് ഇറക്കിയാ മതിടാ. എവിടെ ഇറക്കിയാ മതി. ഞാൻ അവിടെ ഇറങ്ങിക്കോളാം. ഞാൻ പോയി ഇറക്കിയാ മതി. ഞാൻ എവിടെ ഇറക്കാം. ഞാൻ പോയി വരട്ടെ. നീ പോക്കോളല്ല പിന്നെ. ചാണി, ചാണി, എടാ വിജി, സീനുണ്ട്. അജി, ഞാൻ വല്ല തെറിയും പറയും കേട്ടോ. നീ കാര്യം പറഞ്ഞേ. എടാ, നമ്മുടെ ചാണിയില്ലേ, ഗിരീശൻ ചേട്ടൻ, നാട്ടിൽ അടിയിടിയായി നടന്ന പുള്ളിക്ക് എങ്ങനെ വട്ടായെന്നറിയോ? അവന്റെ പള്ളിക്കാരെ ചൊറിഞ്ഞിട്ട് ആ ജോയിച്ചിന്റെ ഭാര്യനെ സീനാക്കിയാ അല്ലേ? അത് നാട്ടിലെ കഥ. പിന്നെ യഥാർത്ഥത്തിൽ സംഭവം പ്രേമനൈരാശ്യം. നൈരാശ്യോ? എന്താ നീ ഒറ്റയ്ക്ക് വലിച്ചാ? എടാ, എന്റെ പോക്ക് അങ്ങോട്ടാണെന്ന് തോന്നണം.
കാവ്യയുടെ കാര്യം ഇത്തിരി സീരിയസാ. എന്ത് സീരിയസ് ആണെന്നൊന്ന് തെളിച്ച് പറയണ്ട രാജി, എന്നോടല്ലേ. അവളിനി അവിടെ നിർത്താൻ പറ്റില്ല. എന്താ? അവളുടെ വീട്ടുകാർക്ക് ഒരു ചൊവ്വനോട് ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. ഓ. അതായത് ഞാൻ അവർക്ക് ഓക്കെ അല്ലെന്ന്. മഞ്ഞ ആയതുകൊണ്ട് വീട്ടിൽ മുരുകാച്ചി പോലും വെക്കാത്ത ടീമാ. അല്ല അതുകൊണ്ട് അവളവിടെ നിന്ന് ചാടിക്കണം. ചാടിക്കണമെന്നോ? എന്റെ അജി ആദ്യം തന്നെ കയറി ചാടിക്കൊന്നും വേണ്ട. എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉപയോഗിച്ചൊന്ന് പ്രയോഗിച്ച് നോക്കുക. അങ്ങനെയൊക്കെ അല്ലേ അപ്പൊ നമുക്കൊരു സാവകാശം കിട്ടുമല്ലോ. അതൊക്കെ ഒരുപാട് നമ്മൾ കഴിഞ്ഞതാ. നീ ഒരു കാര്യം എടാ, നിങ്ങളൊരു 3-4 പ്രാവശ്യം സെക്സ് ചെയ്തിട്ടുണ്ടെന്ന് അവളുടെ അടുത്ത് വീട്ടിൽ പറയാൻ പറ. 3-4 തവണയൊന്നുമില്ല, ഒരൊറ്റ തവണ. അണ്ണനാണ് സത്യം. ഞങ്ങളൊന്ന് അവിടേക്ക് സോറി. നീ ഒന്ന് വീട്ടിൽ പറയാൻ പറ. അതുകൊണ്ട് വേറെ ആരും സെറ്റ് ആവൂല ഇങ്ങനെയാണ് എന്നൊക്കെ. അതൊക്കെ പറഞ്ഞതോ? പറഞ്ഞ എന്നിട്ട് അത് ഞാനും അയാളും തമ്മിൽ ലൈംഗിക ബന്ധത്തിലൊക്കെ അതാണോ? അതൊന്നും സാരമില്ല, അതൊന്ന് കുളിച്ചാൽ മാറിക്കോളൂ. വെറുതെ എന്തിനാ നീ നിന്റെ ജീവിതം നശിപ്പിക്കുന്നേ? വാ എണീറ്റേ. കുളിച്ച സെക്സ് പോവോ? എന്ത് ഫാമിലിയാടാ. ആടാ, പക്ഷെ നായരാ. എന്താ അണ്ണനും മക്കളും കൂടി കുറച്ച് ഊത്ത പിടിക്കാൻ നിൽക്കുക. എന്നാ പെണ്ണാ ആ ഗുണവധികാരം ചോദിക്കാൻ വന്നേക്കുന്നു. അണ്ണൻ എന്തോന്നും പറയാത്തത്? ഞാനെന്നാ പറയാനാ? അണ്ണനൊരു മാതിരി മുഴുവനായിട്ട് മാപ്പിളപ്പെണ്ണെ കെട്ടണമെന്ന് പറഞ്ഞപ്പോ എന്താണ് വെച്ചുകൂട്ടാനോട് പറഞ്ഞേ? കെട്ടിക്കോളാൻ പറഞ്ഞു. അത് അല്ല ഐറ്റേക്ക് പഠിക്കുമ്പോ പഠിപ്പിക്കുന്ന ടീച്ചറെ കെട്ടണം ഇല്ല ചത്തകളെന്ന് പറഞ്ഞപ്പോ എന്താണ് വെച്ചുകൂട്ടാനോട് പറഞ്ഞേ? കെട്ടിക്കോളാൻ. ഇതെല്ലാം കഴിഞ്ഞ് പഞ്ചായത്ത് വരെ പിശാചി പോലിക്കുന്ന പെണ്ണുണ്ടല്ലോ, എന്താണ് പേര്? ആ രജനി. അവളെ കിട്ടിയിലേക്ക് നാട് വിട്ടു പോകുന്ന പറഞ്ഞപ്പോ എന്താണ് വെച്ചുകൂട്ടാനോട് പറഞ്ഞേ? മക്ക കിട്ടി പഞ്ചടിക്കാതെ കൂടെ നിൽക്കുമെന്ന് പറ. അങ്ങനെ ആത്മാർത്ഥമുള്ള തന്നമാരെ ഞാൻ പോണേ. ഇവനെ ഒന്നോടെ 6ാം ക്ലാസ് തൊട്ട് പഠിപ്പിക്കണം തോന്നുന്നു കേട്ടാ. നിന്റെ അണ്ണൻ ഇത്ര നേരം പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? അണ്ണൻ നിന്നോട് ഉണ്ടെന്നാണ് കണ്ണൻ കുരി കേട്ടാ. ഇങ്ങോട്ട് എടുക്കേ, ലൈറ്ററില്ലേ? ഇങ്ങോട്ട് നിനക്ക് ഉണ്ടാക്കാനല്ല, മനുഷ്യരുടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ. അവിടെ വീട്ടുകാരനാണ്. ആ വീട്ടുകാരെന്ന് പറയത്തില്ല, പെണ്ണൂടെ അടുത്ത് തന്നെ ഉള്ളതാ. വാരനാട്ടെ. അവിടെ അച്ഛൻ്റെ പേരെന്നാണ്? കാവ്യമാധവന്റെ അച്ഛൻ്റെ പേരെന്താടാ? അമ്മുവിന്റെ അച്ഛന്റെ പേര് അമ്മു. ഓ, അതാണപ്പൊ അമ്മു കളക്ഷൻസ്. കാമുക അവൾ എന്റെ കൂടെ ഇറങ്ങി വരും പറഞ്ഞല്ലേ, പിന്നെ നീ എന്തിനാ കളിയാക്കണേ? നീ ചൂടാതിന്റെ മൂക്കി അഴിച്ചു പത്ത് കേട്ടാ. അവിടെ വീട്ടുപേര് പോട്ടെ, അവിടെ പേരെന്നാണ്? അവളുടെ പേരല്ലേ പറഞ്ഞത്? കാവ്യമാധവൻ. ഓ, കൈതക്കാട്ട മാധവൻ നായര്. അമ്മുവിന്റെ അച്ഛന്റെ പേര് കിട്ടി, മാധവൻ നായര്. അപ്പൊ നായരാണ്. അവള് നിന്നെ കണ്ട് ഇറങ്ങി വരുന്ന ഉറപ്പാണാ? ഉറപ്പ്. അവൾക്ക് ഞാൻ തന്നെ ജീവനാ, ശരിക്കും പറഞ്ഞ പ്രാണനാ, പക്ഷെ നായരാ. ശരി, നീ ഇതിനെ കൊണ്ട് വീട്ടിലോട്ട് പോ, നമുക്ക് രാത്രി ഇരിക്കാം. അയ്യോ, ഇതങ്ങനെ മാറ്റി വെക്കരുത്, സീരിയസ് ആണോ? എടാ പയങ്കിളി മോറ, ഞാൻ ആലോചിക്കട്ടെ, പ്ലാൻ ചെയ്യട്ടെ. ഞാൻ കൃത്യം നമ്മുടെ കല്യാണക്കാരുടെ അവിടെ എത്തും. നിങ്ങൾ ആ സമയം കാറിൽ പള്ളിക്കല്ലോ ഉണ്ടാവണം. അതിന് കാറെന്തി? കാറില്ലേ? നമ്മുടെ കാറിന്റെ ബാറ്ററി ഇതുവരെ മാറ്റിയിട്ടില്ലല്ലോ. ബ്രില്യന്റെ വണ്ടി സർവീസിന് ഏറ്റിക്കോ. ഞാൻ ചെളിയുടെ ഓട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബെസ്റ്റ്. സ്വന്തമായിട്ടൊരു വണ്ടി നോക്കാൻ അറിയാത്തവന്മാരാ കല്യാണം കഴിക്കാൻ പോണം. ഓട്ടോ ഓടിക്കുന്നവർക്ക് കല്യാണം കഴിച്ചു. അവന്റെ എന്നിട്ട് ചെളിക്ക് അറിയാവാ? അവൻ അറിയത്തൊന്നുമില്ലെന്ന്. ആ പിന്നെ വിജിക്കുട്ടാ, വെളുപ്പിന് തോമാച്ചൻ കള്ളും വണ്ടിയായിട്ട് വരുന്ന സമയം. അവനൊന്നിച്ച് നമ്മളെ കാണണ്ട. 5 മണിക്ക് തിരുമേനി അമ്പലം തുറക്കുന്നതിന് മുമ്പ് പെങ്കൊച്ചിറങ്ങി വരണം. കല്യാണക്കാവലെ കൊച്ചിനെ ബുള്ളറ്റ് എടുത്തിക്കൊണ്ട് ഞാൻ പള്ളിക്കാവലെ വന്നോളാം. ഈ സമയത്ത് പറഞ്ഞ കലിപ്പാവണ. ആദ്യം നിന്നോടൊക്കെ ഒരു പെണ്ണിറങ്ങി വരുമെന്ന് നോക്കട്ടെ. മംഗളത്തിന് സന്തോഷമായിരിക്കും. അവൾക്കുള്ള സർപ്രൈസ് ആയത്, ആനിവേഴ്സറി ഗിഫ്റ്റ്. ജീവിതത്തിൽ റിസ്ക് എടുത്തിട്ട് എണ്ണം കുറെ കാലമായി. അവള് വരുമല്ലോ അല്ലേ? അണ്ണാ, ഞങ്ങളുടെ റിയൽ ലവാ. സമയം പറഞ്ഞാൽ മതി, അവള് വരും. എടാ, നീ അമ്പലത്തെ വിളിച്ച് പറഞ്ഞിട്ടില്ലേ? സെറ്റ്. അവിടുന്ന് 1/2 മണിക്കൂറുണ്ട് അമ്പലത്തിലോട്ട്. ഇത്ര സമയത്ത് തന്നെ അങ്ങ് എത്തണം. ചായത്തിലക്കാരൊക്കെ രാമൻ നോക്കിക്കോളൂ. പിന്നെ അവിടുത്തെ രജിസ്റ്ററിൽ ഇവന്റെ അവളുടെ ഒപ്പ് വീണ ഈ മാധവൻ, പിന്നെ നമുക്ക് മൈന. അത് കറക്റ്റ്. ആരാടാ ഈ പാതിരാത്രിയില്? ഇതൊരു പള്ളിക്കെട്ട് കേസുണ്ട് അണ്ണാ. ഒരു സെക്കൻഡ്, ഞാൻ പോയിരുന്നു. ഹലോ ഹലോ വിജി, എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാതെ നീ ഈ കോൾ കട്ട് ചെയ്യരുത്. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് വിജി. ഇടി, നീ പറയുന്നത് കേൾക്കത്തോലും നിന്റെ കോളും ഞാൻ കട്ട് ചെയ്യും. നീ എന്നെ ഉണ്ടാക്കാനാ? നിനക്ക് പ്രാന്താടി പുല്ലേ. ഇതിനും മാത്രം എന്നോട് ചൂടാവാൻ ഞാൻ നിന്നോട് എന്താ ചെയ്തേ? എടി
ഇടി നീ ഉണ്ടല്ലോ നിന്റെ ഈ ആളെ പോങ്ങനാക്കുന്ന നിന്റെ ഈ പരിപാടി ഉണ്ടല്ലോ റാണി. ഇടി 24 മണിക്കൂർ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാനല്ലടി എനിക്ക് നേരം. കോപ്പേ കൊറേ ആയി നിന്നെ ഞാൻ സഹിക്കുന്നു. എനിക്ക് പറ്റത്തില്ല. ആ നിന്റെ ഇത് കുറച്ച് കാശ് ഞാൻ മേടിച്ചിട്ടുണ്ടാവും. ഞാൻ നാളെ മറ്റന്നാളെ വല്ലതും തിരിച്ചുകൊണ്ട് തന്നേക്കാം. അപ്പൊ നിനക്ക് എന്നെ മടുത്തോ? എടി ദേ എൻ്റെ ഇഷ്ടത്തിന് മനസ്സിലായ റാണി നിനക്ക് എൻ്റെ ഇഷ്ടത്തിനും രീതിക്കും നിനക്ക് നിൽക്കാമെങ്കിൽ പൊന്നെ മുത്തക്കരളെ നമുക്കിത് തുടരാം. അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ വേണ്ടറിയുമില്ലേ? അവനോട് ഒച്ച വെക്കലെന്ന് പറയടാ. എന്റെ നല്ല കേട്ടേ അത് മതി. വേറെ കണ്ട് വെച്ച് വെക്കുന്നുണ്ടല്ലോ. ആ അത് ജാണിയാ. ഇനി മേലാ നീ എന്നോട് മിണ്ടിപ്പോകരുത് കേട്ടാ. പറഞ്ഞ നിനക്ക് മനസ്സിലായ? മിണ്ടരുതെന്ന് പറഞ്ഞാൽ മിണ്ടരുത് കേട്ടാ. ഹലോ എന്തോടെ നിന്റെ നാക്കിറങ്ങിപ്പോയോ? ഹലോ റാണി നീ വെറുതെ ആളെ കളിയാക്കല്ലേ. ഞാൻ നിന്നോടായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഹലോ നീയല്ലേ ഇപ്പൊ മിണ്ടരുതെന്ന് പറഞ്ഞേ? നിന്റെ പരിപാടി ഉണ്ടല്ലോ, നിന്റെ കോപ്പിലെ പരിപാടിയാണ്. നീ ഫോൺ വെച്ചിട്ട് പോടില്ലേ? നിന്റെ ആളെ കളിയാക്കുന്ന നിന്റെ പരിപാടി ഉണ്ടല്ലോ. നിനക്ക് ആള് മാറിപ്പോയി വേണ്ട. നീ വേറെ ആളോ? ഹലോ ഹലോ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ പറയാവേ. ഹലോ 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 എടി സംസാരിച്ചോണ്ടിരിക്കും നീ ഫോൺ കട്ടാക്കോടി. നീയല്ലേ കട്ട് ചെയ്യാൻ പറഞ്ഞേ? നീ ഉണ്ടല്ല നീ ഓക്കെ. ഇനി മുതൽ കേട്ടാ, ഇനി മുതൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധം. മനസ്സിലായ? നീ ഫോൺ വെച്ചോ, എല്ലാം നിർത്താം. ബൈ. ഇനി മേലാ നീ എന്നെ വിളിച്ചേക്കരുത്. ഈ നിമിഷം മുതൽ റാണി നീയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബൈ. കഴിഞ്ഞോ? ഇല്ല കഴിഞ്ഞില്ല. എന്നാ കഴിഞ്ഞു. എന്തേ? വിജീഷ് നീ കണ്ടത് മാത്രമല്ല റാണി, നിനക്ക് എന്നെ ശരിക്കും അറിയില്ലടാ. ഇടി പോടി നായിന്റെ മോളെ പോ. നീ കണ്ടത് മനസ്സിലാക്കി ഒന്നുമല്ല ഞാൻ. മനസ്സിലായ നിനക്ക്? നീ വെച്ചിട്ട് പോടി അവിടുന്ന്. ഗുഡ് ബൈ. അപ്പൊ അതിനീ തേച്ചല്ലേ? ആ തേച്ച്. ആണുങ്ങളാവുമ്പോ അങ്ങനെ ചിലപ്പോ തേക്കും ചിലപ്പോ തേപ്പാവും. ഇത് ഞാൻ പണ്ട് കൊറേ പറഞ്ഞു കിടന്നതാ, പിന്നെ പറഞ്ഞ കിട്ടി. പ്രിയ രാഘവ വന്ദനം ഭവാനുയരുന്നു ഭുജജാക വിട്ട് ഞാൻ ഭയമറ്റ് പറന്നു പോയിടാം സ്വയം ഉദ്യോഗിലാശ്രയം വിന. അണ്ണോ എടാ പിള്ളേരെ, പെൺപിള്ളേരുടെ ബ്രാക്ക് മേടിച്ച് കെട്ടരുത്. ഓ അത് ഞാൻ തിരിച്ചും പ്രാപിക്കോളാം. ഈ പെണ്ണുങ്ങള് എല്ലാം പൊറുക്കും, എന്നാ ഒന്നും മറക്കുകയില്ല. നമ്മൾ ആണുങ്ങള് ഒന്നും പൊറുക്കുകയില്ല, പക്ഷെ ഈ നാളുകളെല്ലാം മറക്കും. അനുഭവത്തിൽ നിന്ന് പറയുന്നതാ. നിങ്ങളുടെ അമ്മയുടെ കാര്യം ഓർക്കുമ്പോ അത് മുഴുവൻ വലിച്ചു വരുത്തോ? ഓ ഇതുവരെ കമ്മടിച്ച് വെച്ചാ നമ്മൾ എത്ര കള്ളാണ് ഫസ്റ്റ്. അത് വിടാൻ എണ്ണം കാര്യം പറ. എടാ കാര്യം എന്ന് പറയുന്ന കാര്യം സെറ്റല്ലേ? നിങ്ങൾ പോയി കിടന്നോ? അയ്യോ മക്കള് കിടക്കല്ലേ, നിങ്ങൾ പോയി കുളിച്ചോ. നമുക്ക് 4 മണിക്ക് ഇറങ്ങണം. കാവ്യമാധവൻ 4:30 കല്യാണക്കാലം എത്തും. അണ്ണാ നാളെ അപ്പൊ എന്റെ കല്യാണാണല്ലോ. അയ്യോ എടാ ഇത് പറഞ്ഞ ലീഗൽ ഫോർമാലിറ്റീസ്. ഇത് കഴിച്ച് നമ്മൾ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് ഗംഭീരമായിട്ട് നടത്തുകയല്ലേ. വിജി വെറ്റ്സ് കാവ്യ. അജി അജി വെറ്റ്സ് കാവ്യ. ഓ ഞാൻ തന്നെ പേര് വിട്ടു. പൊക്കോ പൊക്കോടാ. അപ്പൊ അണ്ണാ വരുന്നില്ലേ? ഇല്ല പൊക്കോ, എനിക്ക് കുറച്ച് തിങ്ക് ചെയ്യാനുണ്ട്. 4 മണിക്ക് വേണല്ലേ? അല്ല പെട്ടെന്ന്